السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാൻ നമ്മയോട് വിട പറഞ്ഞു. ചെറിയ പെരുന്നാൾ വളരെ സന്തോഷകരമായി നാം ഏവരും ആഘോഷിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, വിശുദ്ധ റമളാനിൽ ഒരുപാട് ത്യാഗം സഹിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി ഒരുപാട് സൽക്കർമ്മങ്ങളിൽ നാമൊക്കെ വ്യാപൃതരാവുകയും ആ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ചൈതന്യം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾ അത് ചെറുതാണെങ്കിലും തുടർച്ചയായി ചെയ്യുക എന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആരാധനകളിലും സൽക്കർമ്മങ്ങളിലും കാണിക്കുന്ന ഈ സ്ഥിരത അള്ളാഹുവിങ്കൽ ഏറെ പ്രിയപ്പെട്ടതാണ്. സൽക്കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനം സൂറത്തുൽ അഹ്ഖാഫിലൂടെ നമ്മെ അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീട് പതറാതെ നിലകൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഇസ്തിഖാമത്ത് നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം അതല്ലേ വിശുദ്ധ ഖുർആനിൽ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിയത്, വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം നിന്നെ തേടിയെത്തുന്നത് വരെ നിന്റെ രക്ഷിതാവിനെ നീ ആരാധിക്കുക. അള്ളാഹുവിനുള്ള ആരാധന നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ആ മനുഷ്യൻ മരണപ്പെടുക എന്നുള്ളതാണ്. അതിന് മുമ്പായി അമലുകൾ ഇടക്കിടക്കൊക്കെ ചെയ്യുക, പിന്നെ അത് നിർത്തുക എന്നുള്ള ഒരു നിലപാട് നമുക്കുണ്ടാവാൻ പാടില്ല. നിത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചത് അമലുകളുടെ വലിപ്പത്തേക്കാൾ അവയുടെ തുടർച്ചയാണ്. അത് തുടർച്ചയായി കൊണ്ടുപോകുന്നതിനാണ് റസൂലുള്ളാഹി തങ്ങൾ വലിയ പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളത്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമൽ കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ് എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഏതൊരു അമലാണെങ്കിലും വളരെ കുറവാണെങ്കിലും നമ്മളത് ചെയ്യുന്നത് നിത്യമായി ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നാം ചെയ്യുന്ന അമലുകളിൽ മിതത്വം പാലിക്കണം. ആ മിതത്വം പാലിക്കുന്നത് കൊണ്ട് തന്നെ നിത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. സദ്ദിദു വഖാരിബു വഅലമു അല്ലൻ യുദ്ഖില അഹദകും അമലുഹു അൽ ജന്നഹ വഅന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. നിങ്ങൾ നേർവഴി സ്വീകരിക്കുക, അമിതമാക്കാതെ മധ്യനിലപാട് പാലിക്കുക. ശരിയായ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മാത്രമല്ല, ചെയ്യുന്ന അമല് അമിതമായി പോവാതെ
ഒരു മധ്യനിലയിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. എങ്കിലേ അത് നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അല്ല യുദ്ഖില അഹദക്കും അമലുഹു അൽ ജന്ന, ഒരാളെയും അയാളുടെ അമല് മാത്രം സ്വർഗത്തിൽ എത്തിക്കില്ല. വഅന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമല് കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്നത് നിത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഒരു ഹദീസിൽ കാണാം, യാ അബ്ദല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമൽ ലൈൽ. അബ്ദുല്ലാഹ്, നീ ഇന്നയാളെ പോലെയാകരുത്, അദ്ദേഹം രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു, പിന്നെ അത് ഉപേക്ഷിച്ചു. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കുടുംബശല്യാകുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോഴൊക്കെ ഈ ഭാഗത്തെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ചെയ്യുന്നത് വളരെ കുറവാണെങ്കിലും അത് നിത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖുദൂ മിനൽ അഅമാലി മാ തുതീഖൂന ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു എന്ന, നിങ്ങൾക്ക് സാധ്യമാകുന്ന അമലുകൾ മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക. കഴിയുന്നതേ നമ്മൾ സ്വീകരിക്കാൻ പറ്റൂ, കഴിയുന്നതേ നമ്മൾ ചെയ്യാൻ പറ്റൂ. കാരണം നിങ്ങൾ മടുക്കുന്നത് വരെ അള്ളാഹു പ്രതിഫലം നൽകുന്നതിൽ മടുക്കുകയില്ല. നമ്മൾ ഈ ഇബാദത്തെടുക്കാൻ എപ്പോഴാണോ മടിയുണ്ടാകുന്നത് അപ്പോഴാണ് അള്ളാഹ്ക്ക് പ്രതിഫലം തരുന്നതിന് മടിയുണ്ടാകുക. അതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന അമലുകൾ ഏറ്റെടുക്കുകയും അത് നിത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതാണ് ഒരു വിശ്വാസിയുടെ അടയാളം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ എങ്ങനെയായിരുന്നു? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബതഹു, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു അമൽ ചെയ്താൽ അത് സ്ഥിരമായി ചെയ്യുമായിരുന്നു. അത് ആളുകൾ കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തോ മാത്രമല്ല, അതിന് സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ നിത്യമായി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു അവസ്ഥയായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു ഹദീസിലുണ്ട്, യാ അയ്യുഹന്നാസ് അലൈക്കും മിനൽ അഅമാലി മാ തുതീഖൂൻ, ജനങ്ങളെ, നിങ്ങൾക്ക് പ്രയാസമില്ലാതെ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്ന അമലുകൾ നിങ്ങൾ മുറുകെ പിടിക്കുക. അതാ നമ്മൾ നിത്യമായി ചെയ്യാൻ കഴിയുന്ന അമൽ നമ്മൾ ചെയ്യുക. എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്ന അമലിനേക്കാളും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടത് നിത്യമായി ചെയ്യുന്ന അമലാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇസ്തിഖാമത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, അല്ലാ തുശ്രികു ബില്ലാഹി ഷൈഅൻ വഅൻ തസ്തഖീമ അലാ അംരി, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും അവന്റെ കൽപ്പനകളിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കലുമാണത് എന്നാണ്. അതാണ് ഇസ്തിഖാമത്ത്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ഒരു മാറ്റവും ഇല്ല, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ കഴിയണം. അങ്ങനെ ഓരോ മഹാന്മാരുടെ ഉദ്ധരണികൾ പരിശോധിച്ചാലും അങ്ങനെയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഇസ്തിഖാമത്തു അൻ തസ്തഖീമ അലൽ അംരി വന്നഹി വലാ തറുഗ റൗവാനി സഅലിബ്, കൽപ്പനകളിലും നിരോധനകളിലും നേർക്കുനേരെ ഉറച്ചു നിൽക്കലാണ് ഇസ്തിഖാമത്ത്. കുറുക്കന്മാരെ പോലെ തന്ത്രപൂർവം മാറിപ്പോകരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതിന് ഇസ്തിഖാമത്ത് എന്ന് പറയൂല. നേർക്കുനേരെ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കാൻ, അള്ളാഹു ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയണം. അതാണ് ഇസ്തിഖാമത്ത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്ന തക്റാറ ഹുവ സിർറു തഅ്സീരി ഫി നഫ്സി, മനസ്സിലാക്കണം, അമലുകൾ നിത്യമാക്കൽ മനസ്സിനെ സ്വാധീനിക്കുന്നതിന്റെ രഹസ്യം അതാണ്. അമലുകൾ നിത്യമാക്കുക എന്നുള്ളതാണ്. അതിന് മനസ്സിന് വലിയ മാറ്റം ഉണ്ടാക്കി തീർക്കും. ചെയ്യുന്ന അമല് നിത്യമായി ചെയ്യുമ്പോൾ ഒരു പരിവർത്തനം നമ്മുടെ മനസ്സിന് ഉണ്ടാക്കി തീർക്കാൻ കഴിയും. അത് നിത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു
അദ്ദേഹം പറയുന്നത് വിശ്വാസിയുടെ ജീവിതകാലത്തെ കുറിച്ച്, ഇന്നല്ലാഹ ലം യജ്അൽ ലി അമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത് എന്നാണ്. തീർച്ചയായും വിശ്വാസിയുടെ അമലിന് മരണം വരെയല്ലാതെ മറ്റൊരു അവധി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ഒരു അമൽ ചെയ്യാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മരണം വരെ നമ്മൾ നിത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാ ദിവസവും കടക്കാൻ പോകുന്ന സമയത്ത് ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ ചെല്ലാറുണ്ട്. എന്നാൽ അത് എല്ലാ ദിവസവും ചെല്ലുന്നതാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം 100 വട്ടം സുബ്ഹാനല്ലാഹ് ചെല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം 100 വട്ടം അൽഹംദുലില്ലാഹ് പറയും. അതിനേക്കാളും ഇഷ്ടം ഓരോ ദിവസവും ചെയ്യുന്ന കുറഞ്ഞ അമല് ഏതാണോ അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന്. അപ്പൊ ചെയ്യുന്ന അമല് നിത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു അമലുകളിലെ മിതത്വത്തെ കുറിച്ച്, അൽ ഖലീലു ദായിമു ഖൈറു മിനൽ കസീരിൽ മുൻഖതിഇ. മുറിഞ്ഞു പോകുന്ന അധികത്തേക്കാൾ ഉത്തമം നിത്യമായി നിലനിൽക്കുന്ന കുറഞ്ഞ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന അമല് കുറേ ചെയ്യും, എപ്പോഴെങ്കിലുമൊക്കെയാണ് ചെയ്യുക. അതിനേക്കാളും ഉത്തമം നിത്യമായി നിലനിൽക്കുന്ന കുറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയാണ് ഓരോ പണ്ഡിതന്മാരുടെയും മഹത്തുക്കളുടെയും കാഴ്ചപ്പാടും അവരുടെ വീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അമലുകൾ പതിവാക്കുന്നതിനെ കുറിച്ച്, അൽ മുദാവമത്തു അലൽ അമലി സ്വാലിഹി തതുറുദുൽ ഗഫലത. സൽക്കർമ്മങ്ങൾ പതിവാക്കുന്നത് മനുഷ്യരിലെ അശ്രദ്ധയെ അത് ദൂരീകരിക്കുമെന്നാണ്. ഗഫലത്തിനെ എന്ത് ചെയ്യും? ദൂരീകരിക്കുന്നതാണ്. നിത്യമായി ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാകും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നിഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയായിരുന്നു അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് ഓരോ ഹദീസ് രേഖപ്പെടുത്തുന്നതിന് മുമ്പും അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കുകയും വുളു പുതുക്കുകയും ചെയ്യുമായിരുന്നു. നീണ്ട 16 വർഷം ഈ ഒരു കൃത്യനിഷ്ഠത അദ്ദേഹം തുടർന്നു. ഈ സ്ഥിരതയാണ് ആ ഗ്രന്ഥത്തിന് ഇത്രയും വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നു, മാ വളഅതു ഫീ കിതാബി സ്വഹീഹി ഹദീസൻ ഇല്ലാ ഖതസൽതു ഖബ്ല ദാലിക വസല്ലൈതു റക്അതൈനി വസന്നഫ്തുഹു ഫീ 16 സന എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി തങ്ങൾ പറയാൻ, എന്റെ സ്വഹീഹ് എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ കുളിക്കുകയും, എന്ന് പറഞ്ഞാൽ കുളിക്കുമെന്ന് ഈ ഹദീസിൽ പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? വുളു എടുക്കും, 2 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ ചെയ്തിട്ടല്ലാതെ ഞാൻ ഈ ഗ്രന്ഥത്തിൽ ഒരു ഹദീസും വെച്ചിട്ടില്ല. നീണ്ട 16 വർഷം കൊണ്ടാണ് ഞാൻ ഇത് പൂർത്തിയാക്കിയത്. ആ നിലക്കാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഓരോ ഹദീസും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കൃത്യനിഷ്ഠതയോടുകൂടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ കഴിഞ്ഞു പോയ ഒരു മാസക്കാലം വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത ആ ഒരു ആത്മീയ ചൈതന്യം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അത് നിത്യമായി നമ്മൾ ചെയ്തിരുന്ന അമലുകളൊക്കെ ഇനിയുമുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ നമ്മൾ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. താബികളിൽ പ്രമുഖനായ ഇമാം സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരത്തിൽ കാണിച്ച ആ ഒരു നിത്യത അത്ഭുതകരമായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, മാ ഫാത്തത്തിനി തക്ബീറത്തുൽ ഉല മുൻദു 40 സന വമാ നളർതു ഫീ ഖഫാ റജുലിൻ ഫീ സ്വലാത്തി മുൻദു 50 സന. 40 വർഷമായി എനിക്ക് ജമാഅത്ത് നിസ്കാരത്തിലെ 1-ാം തക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ല. 50 വർഷമായി നമസ്കാരത്തിൽ ഒരാളുടെയും പിൻഭാഗം എന്ന് പറഞ്ഞാൽ പിന്നിലെ സഫിലിരുന്ന് ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ 40 വർഷവും അദ്ദേഹം 1-ാം സഫിൽ തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത് എങ്ങനെയായിരുന്നു? മദ്ഹബിന്റെ ഇമാമായ
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനാണ്. വിജ്ഞാന സമ്പാദനത്തിനിടയിലും തന്റെ സുന്നത്തുകൾ മുടക്കിയിരുന്നില്ല. കാന യുസല്ലി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 300 റക്അത്തിൻ ഫലമ്മാ മരിള മിനൽ അർബി സാറ യുസല്ലി 150 റക്അ. അദ്ദേഹം ഓരോ പകലും രാവും 300 റക്അത്തുകൾ നിസ്കരിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു മർദ്ദനമേറ്റ് ശാരീരികമായ അവശതയുണ്ടായപ്പോൾ അന്ന് അദ്ദേഹം 150 റക്അത്തുകളായി ചുരുക്കിയെങ്കിലും അദ്ദേഹം അത് മുടക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് മഹാന്മാരാകുന്ന ആളുകൾ അവർ ചെയ്യുന്ന അമലിന് കൃത്യതയുണ്ടായിരുന്നു, പതിവാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഇമാം ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഹത്തു നഫ്സി 40 സനത്തൻ ഹത്ത ഇസ്തഖാമത്. 40 വർഷത്തോളം എൻ്റെ മനസ്സിനെ ഞാൻ പരുവപ്പെടുത്തി, അതിനുശേഷമാണ് അമലുകളിൽ നേരെ ചൊവ്വെ നിലകൊണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ആ നിലയ്ക്ക് അവര് തൻ്റെ ശരീരത്തെ പോലും കൃത്യത നിലക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലപാടും കാഴ്ചപ്പാടും ഒക്കെ നമുക്കുണ്ടാവണം. ആ നിലയ്ക്ക് നമ്മൾ അമലുകൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ വളരെ തുച്ഛമാണെങ്കിലും കുറവാണെങ്കിലും അത് ശരിയായ വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാറുണ്ടെങ്കിൽ അത് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോവുക. ഒരു ദിവസം ഒരു 100 റക്അത്ത് നിസ്കരിക്കും, 2ാമത്തെ ദിവസം 50 ആകും, അങ്ങനെ 3ാമത്തെ ദിവസം 25 ആകും. അങ്ങനെയല്ല, കൃത്യമായി ഇത്രയും കൂടുതൽ റക്അത്തുകൾ നമ്മൾ നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാ ദിവസവും ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കാൻ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിനാണ് പ്രാധാന്യമുള്ളത്, അതിനാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. കൃത്യമായി അമലുകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത ഈ ചൈതന്യം നമ്മുടെ മരണം വരെ അള്ളാഹു താല നിലനിർത്തിമാറാവട്ടെ. ഇനിയും ഒരുപാട് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വരുന്ന ഹജ്ജ് മാസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി കൊടുത്തവരുണ്ട്, പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹു താല അതിന്റെ വഴികളൊക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. പരിശുദ്ധമായ മഖബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മഷ്കൂറായ സഈ ചെയ്യാനും മർളിയായ സിയാറത്ത് ചെയ്യാനും അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ അസുഖങ്ങൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.